തലക്കെട്ട്: നിശബ്ദമായ മുറിവുകൾ. പർവ്വതങ്ങൾ ചുറ്റിപ്പറ്റിയ ഒരു ചെറിയ ഗ്രാമം. അവിടെ എല്ലാവരും അറിയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, രാഘവൻ. അവൻ അധികം സംസാരിക്കില്ല. ചിരി വളരെ അപൂർവം. എപ്പോഴും കയ്യിൽ ഒരു പഴയ ബാഗ്. ഗ്രാമത്തിലെ കുട്ടികൾ അവനെ നിശബ്ദൻ എന്ന് വിളിക്കും. പക്ഷേ ആരും അറിയാത്ത ഒരു കഥ ആ ബാഗിനുള്ളിലുണ്ടായിരുന്നു. രാഘവൻ ഒരിക്കൽ സ്കൂൾ അധ്യാപകനായിരുന്നു. പഠിപ്പിക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരാൾ. ഒരു ദിവസം ഒരപകടം. സ്കൂൾ ബസ് മഴയിൽ വഴുതിപ്പോയി. രാഘവൻ അവസാന നിമിഷം വരെ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. പലരെ രക്ഷിച്ചു. പക്ഷേ സ്വന്തം മകൻ അഭിജിത്ത് അവന്റെ കൺമുന്നിൽ അകന്നുപോയി. ആ ദിവസം മുതൽ രാഘവന്റെ ജീവിതം നിശബ്ദമായി. അവൻ ജോലി ഉപേക്ഷിച്ചു. നഗരം വിട്ടു. ഈ ഗ്രാമത്തിൽ വന്നു താമസിച്ചു. എല്ലാ ദിവസവും അവൻ കുന്നിൻ മുകളിലേക്ക് കയറും. അവിടെ നിന്ന് സൂര്യാസ്തമയം നോക്കും. ബാഗിനുള്ളിൽ അഭിജിത്തിന്റെ നോട്ടുബുക്കുകൾ, ചിത്രങ്ങൾ, ഒരു പൊട്ടിയ പേന. ഗ്രാമത്തിലെ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, "ഇതൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്?" രാഘവൻ മറുപടി പറഞ്ഞില്ല. ഒരു ദിവസം ഗ്രാമത്തിലെ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. കുട്ടികൾ കുറവായിരുന്നു. അധ്യാപകനില്ല. അന്ന് ഒരു പെൺകുട്ടി രാഘവന്റെ വീട്ടുവാതിൽക്കലെത്തി. "അങ്കിളേ, ഞങ്ങൾക്കാരും പഠിപ്പിക്കാനില്ല. ഒന്ന് സഹായിക്കുമോ?" രാഘവന്റെ കൈ വിറച്ചു. ബാഗ് തുറന്നു. അഭിജിത്തിന്റെ പേന കൈയിൽ പിടിച്ചു. അവൻ ആദ്യമായി വർഷങ്ങൾക്കുശേഷം ഒരു ക്ലാസ്സിലേക്ക് കയറി. ആദ്യം വാക്കുകൾ മുറിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ കുട്ടികൾ അവനെ നോക്കി ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. ഗ്രാമം മാറി. സ്കൂളിൽ ചിരിയും ശബ്ദവും തിരിച്ചുവന്നു. ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചു, "സാർ, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര നിശബ്ദനാണ്?" രാഘവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, "ചില മുറിവുകൾ കാണാനാവില്ല. പക്ഷേ അവ നമ്മളെ നല്ല മനുഷ്യരാക്കും." അന്നു രാത്രി അവൻ വീട്ടിലെത്തി. ബാഗ് അടച്ചു. അഭിജിത്തിന്റെ ചിത്രത്തിനു മുന്നിൽ പറഞ്ഞു, "മോനെ, നീ പോയെങ്കിലും നിന്റെ സ്വപ്നം ഇവിടെ തുടരുന്നു." നിശബ്ദമായ മുറിവുകൾ അവനെ തകർത്തില്ല. അവനെ ഒരു വെളിച്ചമാക്കി. സന്ദേശം: വേദന നമ്മളെ നിശബ്ദരാക്കാം, പക്ഷേ അത് നമ്മളെ വെളിച്ചമാക്കാനും കഴിയും. ഒരിക്കലും അയക്കാത്ത കത്ത്. പാലക്കാട് ജില്ലയിലെ ഒരു ചെറുപട്ടണത്തിൽ പഴയൊരു പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും സമയം മന്ദഗതിയിൽ നീങ്ങുന്ന പോലെ നിൽക്കുന്നു. ചുവന്ന പോസ്റ്റ് ബോക്സ്, മങ്ങിയ മതിലുകൾ, പേപ്പറിന്റെ മണം. അവിടെ ജോലി ചെയ്തിരുന്നു ഹരിദാസ്. അവന്റെ ജീവിതം കത്തുകളോടൊപ്പം തന്നെയായിരുന്നു. ആർക്കെങ്കിലും സന്തോഷം കൊണ്ടുവരുന്ന കത്ത്, ആർക്കെങ്കിലും കണ്ണുനീർ കൊണ്ടുവരുന്ന കത്ത്. പക്ഷെ അവന്റെ സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും അയക്കാത്തൊരു കത്തുണ്ടായിരുന്നു. അവളുടെ പേര് അനഘ. 10 വർഷം മുമ്പ് ഒരേ കോളേജിൽ പഠിച്ചവർ. ലൈബ്രറിയുടെ പിന്നിലെ മഴത്തുള്ളികൾ വീഴുന്ന ജാലകത്തിനരികിലിരുന്ന് അവർ സംസാരിച്ചിരുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചായിരുന്നു. അനഘയ്ക്ക് ലോകം കാണണമെന്നായിരുന്നു സ്വപ്നം. ഹരിദാസിന് അവളോടൊപ്പം ഒരു ചെറിയ ജീവിതം മതിയായിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും അത് പറഞ്ഞില്ല. കോളേജ് കഴിഞ്ഞപ്പോൾ അനഘ ഡൽഹിയിലേക്ക് ജോലിക്ക് പോയി. അവൻ പാലക്കാട്ട് തന്നെ തുടർന്നു. ആദ്യ വർഷം അവൾ കുറേ കത്തുകൾ അയച്ചു. പിന്നീട് ഇമെയിലുകൾ. പിന്നീട് ഒന്നുമില്ല. ഒരു ദിവസം പതിവ് പോലെ കത്തുകൾ തിരിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കവർ അവന്റെ കയ്യിൽ വീണു. അയച്ചവളുടെ പേര് അനഘ മേനോൻ. അവന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തിയ പോലെ തോന്നി. കവർ തുറന്നപ്പോൾ ചെറിയ ഒരു വരി മാത്രം: "പഴയ പോസ്റ്റ് ഓഫീസ് ഇന്നും തുറന്നിട്ടുണ്ടോ?" അതൊരു ചോദ്യം മാത്രമല്ലായിരുന്നു. അതൊരോർമ്മയുടെ വാതിൽ. അടുത്ത ദിവസം വൈകുന്നേരം പാലക്കാട് ഫോർട്ടിന്റെ അകത്ത് അവർ വീണ്ടും കണ്ടുമുട്ടി. കാലം അവരെ മാറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ഒരേ നനവ്. "നീ ഒരിക്കലും ഒരു കത്തയച്ചില്ല?" അനഘ ചോദിച്ചു. ഹരിദാസ് മന്ദമായി ചിരിച്ചു. "എഴുതിയിരുന്നു, പക്ഷെ അയച്ചില്ല." "എന്തിന്?" "നീ സ്വപ്നം പിന്തുടരുമ്പോൾ
ഞാൻ നിന്റെ കാലിൽ ചങ്ങലയാവാൻ പേടിച്ചു. അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. ചിലപ്പോൾ ഒരാൾ കൂടെയുണ്ടെങ്കിൽ മാത്രമേ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടാകൂ. ഹരിദാസ് അവളുടെ കൈയിൽ ഒരു പഴയ കവർ നൽകി. അതവൻ വർഷങ്ങൾ മുമ്പ് എഴുതിയ കത്ത്. അവൾ തുറന്നു വായിച്ചു. നീ എവിടെയായാലും എന്റെ ഓരോ ദിവസവും നിന്റെ പേരിലാണ് തുടങ്ങുന്നത്. അനഘ നിശബ്ദമായി അവന്റെ അടുത്തേക്ക് നടന്നു. ഇനി ഒരു കത്തും അയക്കാതെ വയ്ക്കരുത്, അവൾ പറഞ്ഞു. പറയേണ്ടത് നേരിൽ പറയൂ. സന്ധ്യയുടെ വെളിച്ചം കോട്ടയുടെ മതിലുകളിൽ വീണു. കാറ്റ് മൃദുവായി വീശി. ചില പ്രണയങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നും, പക്ഷേ അവയ്ക്ക് സമയം മാത്രം വേണം തിരിച്ചുവരാൻ. അവസാനം ഹരിദാസ് മനസ്സിലാക്കി, അയക്കാത്ത കത്തിടൽക്കും ഒരു ദിവസം മറുപടി ലഭിക്കും.